ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഫേഷ്യൽ ചെയ്യാനുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഇത് തേനാണ്, ഇത് ശർക്കര, ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ. ഇത് അരിപ്പൊടി, ഇത് ഗോതമ്പ് പൊടി, ഇത് കഞ്ഞിവെള്ളം. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്, ചെറുതായിട്ട് പുളിച്ചിട്ടുണ്ട്. ഉണ്ടോ, നല്ല കട്ട കഞ്ഞിവെള്ളം. ഹലോ, ഞാൻ സാധനങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചല്ലോ. എൻ്റെ മുഖം കണ്ടോ, മുഖത്ത് കറുപ്പൊക്കെ ഉണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട്, ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കാം. ഞാൻ തലയിലൊരു ക്യാപ്പ് ഇടാൻ പോവുകയാണ്. പൊട്ട് മാറ്റുന്നു. മാലയത് ഹലോ, ഞാൻ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതേണ്ട, കഞ്ഞിവെള്ളം വെച്ച് മുഖം. കഞ്ഞിവെള്ളം ഇച്ചിരി കട്ടയാണ്. ഇന്നലത്തെ കഞ്ഞിവെള്ളം ചെറുതായിട്ടൊന്ന് പുളിക്കുന്നത് എന്ന് ഏറ്റവും നല്ല വൃത്തിയാകാൻ വേണ്ടിയാണ് ഈ കഞ്ഞിവെള്ളം വെച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഞാൻ ഡൈ ചെയ്ത് പക്ഷേ അതൊന്നും മാറിപ്പോകത്തൊന്നുമില്ല. ഞാൻ ഡോക്ടറെയൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് മരുന്നെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുരട്ടാമെന്നല്ലാതെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ അതിന് കുറച്ചൊക്കെ ഒരു വ്യത്യാസം വരും. അല്ലാതെ നമ്മളെന്തോ ചെയ്താലും അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. ഇങ്ങനെ ഈ കഴുത്തിലൂടെ ഇങ്ങനെ ഉണ്ടോ, ഞാനിപ്പോൾ മാലയൊക്കെ അതിനാണ് ഊരിയത്. കഴുത്ത് ഈ നമ്മളെന്തോ ചെയ്താലും ഈ കഴുത്തിലും ഇപ്പം ഞാനിത് ചെയ്യാത്തത് കൊണ്ടാണ്. ഇതിപ്പം എനിക്ക് ഇതുകൂടെ പിടിക്കേണ്ടത് കൊണ്ടായി ഞാൻ ചെയ്യുന്നതെല്ലാം മുട്ടിന് താഴോട്ട് കയ്യലും ചെയ്യും. നമ്മളെന്തോ ചെയ്താലും അതിൻ്റെയൊക്കെ ബാലൻസൊക്കെ വരുമല്ലോ, അപ്പോൾ അത് നമ്മൾ കൈയിലൂടെ അങ്ങ് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഇനിയൊന്ന് കഴുകി കളഞ്ഞിട്ട് വരട്ടെ. ഞാനത് ഇങ്ങനെ ഉപ്പുകയാകാതെ വെച്ച് തൂക്കരുത്. നല്ല ഇത് കോട്ടനാണ്, നല്ല സ്പോഞ്ച് പോലെ എടുക്കുന്ന. ഇങ്ങനെ ഉപ്പുക, എന്നിട്ട് അതിന് ശേഷം സ്ക്രബ് ചെയ്യാൻ. അതും കഞ്ഞിവെള്ളം മാത്രമാണ്, കഞ്ഞിവെള്ളം അരിപ്പൊടി. അത് നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടി. വേണ്ട, കഞ്ഞിവെള്ളവും അരിപ്പൊടി. എന്തോ ചെയ്താലും ഈ കഴുത്തേൽ കൂടെ ഒക്കെ അങ്ങ് ചെയ്തേക്കണം. ഞാൻ മോശമായിട്ടുള്ള ഒരു ഡ്രസ്സായിട്ടിരിക്കുന്നത്, അപ്പോൾ കഴുത്തേലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഉണ്ടോ, കഴുത്തേക്കൂടെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ ചെറുപ്പം തൊട്ടേ ഇതൊക്കെ ഇങ്ങനെ, ആരും പറഞ്ഞൊന്നും തന്നതല്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എത്ര സമയം പോയി ബ്യൂട്ടി പാർലറിലൊക്കെ നമ്മൾ ഇരിക്കണം. അത്രയും സമയം നമ്മുടെ പോകും, നമ്മുടെ പൈസ പോകും. ഇത് തന്നെ അരിപ്പൊടി ആകുമ്പോൾ നമുക്ക് നല്ല ഇച്ചിരി തരിയൊക്കെ ഉള്ള അരിപ്പൊടിയാണെങ്കിൽ നമുക്ക് നല്ല ഇതാണ്. കണ്ടോ, കഴുത്തേ കൂടെ ആയപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇച്ചിരി നല്ലതൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് ആ ഡ്രസ്സെല്ലാകുമോ എന്നൊക്കെ. അപ്പോൾ ഏതായാലും ഒരു പണി ചെയ്യുക, അപ്പോൾ അത് നമുക്ക് പ്രയോജനത്തിൽ വരണം. ഇത് തക്കാളിപ്പഴം, പഞ്ചസാര, ഗോതമ്പ് പൊടി, കാപ്പിപ്പൊടി, ഇതെല്ലാം ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മുഖത്തിന് വലിയ കുഴപ്പം കാണുന്നവരൊക്കെ പറയും എൻ്റെ ഏജ് ഇത്രയും തോന്നുന്നില്ല എന്നൊക്കെ. അത് എനിക്കറിയത്തില്ല, മറ്റ് കാണുന്നവർക്കല്ലേ അതൊക്കെ അറിയാവൂ. അപ്പോൾ കണ്ടോ, ഇത് ചെവിയുടെ ആ ഭാഗത്തോട്ടൊക്കെ പോയാൽ കുഴപ്പമില്ല. ഞാൻ ഇന്നിനും കുളിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട്, അല്ലാതെ നമ്മൾ ആ ദേഹത്ത് പറ്റുന്നു അല്ലെങ്കിൽ അവിടെ പറ്റുന്നു ഇങ്ങനെ ചുണ്ടിനൂടങ്ങ് കൊടുക്കണം. ഇതൊന്നും കുഴപ്പമുള്ള സാധനങ്ങളല്ലല്ലോ, അരിപ്പൊടിയും കഞ്ഞിവെള്ളമല്ലേ. ചുണ്ടും നല്ല, നമ്മുടെ മുഖത്തൊക്കെ നല്ല ഗ്ലോയൊക്കെ വരും. നല്ല നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ അറിയാം. എൻ്റെ മുഖം ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചല്ലോ. ഞാൻ വലിയ വെളുത്തൊന്നുമല്ല, വെളുപ്പേ ഇല്ല, ഞാൻ ഇരുനിറവാണ്. പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഞാനിങ്ങനെ പോകുന്നു. ഉണ്ടോ, ഞാൻ തുടച്ചു. ഇനിയത്തെ മസാജ അത് കണ്ടോ,
ഇത് തേനും കഞ്ഞിവെള്ളവുമാണ് ഇത് ഞാൻ എടുത്തേക്കുന്നത്. തേനും കഞ്ഞിവെള്ളം അത് ഞാൻ മസാജ് നമ്മുടെ ലിപ്പിലൊക്കെ കൊടുത്തേക്കണം. കാര്യം സാധനം ഒന്നും അഴുക്കല്ല, എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം തന്നെ, നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇതെല്ലാം. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ചുണ്ടലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല. ഞാൻ അടുത്തത് വേണ്ട കാണാമല്ലോ, തേന്, ശർക്കര, ഗോതമ്പ് പൊടി ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ, അരിപ്പൊടി. ഇതാണ് ഞാൻ പായ്ക്കിടാനെടുത്തത്. ഇത് പായ്ക്ക് നമുക്ക് ഒരു 10-20 മിനിറ്റ് ഇടണം. ഇതിപ്പം വീഡിയോയ്ക്ക് ലെങ്ത് ആകുന്നത് കൊണ്ടാണ് ഞാനല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം സമയമെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശർക്കര നല്ല സാധനമാണ് മുഖത്ത്. ഞാൻ തക്കാളിപ്പഴം, പഞ്ചസാര, ഗോതമ്പ് പൊടി, കാപ്പിപ്പൊടി, പഞ്ചസാര, തൈര്, ഇതെല്ലാം ഞാനിങ്ങനെ മാറി ഇടും. നമുക്ക് പുറത്തെങ്ങും പോകണ്ട, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സാധനം മാത്രം, നമുക്ക് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിന്നെ അലോവേര, അതൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു തവണ നമ്മൾ ചെയ്യുമ്പം നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ. എനിക്ക് അലോവേര ഇട്ട് കഴിഞ്ഞാൽ തണുപ്പ് കൂടിയിട്ട് തലവേദന വരും. അലോവേര എനിക്ക് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്, പക്ഷെങ്കിൽ ഞാൻ പല പ്രാവശ്യം നോക്കിയിട്ടുണ്ട്, എനിക്ക് തലവേദന ഒരുപാടധികം വന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ കയ്യിൽ കൂടെ വെക്കുക. കണ്ടോ, നമ്മുടെ കൈയൊക്കെ അന്നേരം നല്ല കണ്ടോ. ഞാൻ 20 മിനിറ്റ് വെച്ചിരുന്നു, അതിന് ശേഷമാണ് കഴുകിക്കളഞ്ഞത്. ഞാൻ കഴുത്തിലും മാലയൊക്കെ ഊരി വെച്ചിട്ട് കഴുത്തിലും ചെയ്തു. കണ്ടോ, 50 വയസ്സിന് ശേഷം ഞാനിത് നിങ്ങളോട് എടുത്ത് പറയുകയാണ്. 50 വയസ്സിന് ശേഷം നമുക്കിവിടെ ഇങ്ങനെ ഒരു തൂങ്ങൽ വരും. അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പക്ഷേ ഞാനിങ്ങനെ തുടർച്ചയായിട്ടെല്ലാം ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്ത് പോകുന്നത് കൊണ്ടായിരിക്കും. പക്ഷേ ഞാൻ പലർക്കും, എൻ്റെ ഏജിലുള്ള പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കഴുത്തിലൂടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എന്തായാലും ഏജ് കൂടുന്തോറും നമുക്ക് ഓരോ മാറ്റങ്ങളുണ്ടാകും, അതൊക്കെ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റൂ. പക്ഷേ എന്നാലും നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പോകും. എൻ്റെ മുഖത്ത് കണ്ടോ, നമ്മൾ പാക്കിട്ട് വെക്കണം, എങ്കിലേ നമുക്കതിൻ്റെ ആ ഒരു ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് ഇത് വീഡിയോയ്ക്ക് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതിൻ്റെ ഏറ്റവും നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയലാഭം. ഇപ്പോൾ നമ്മളൊരു പാർലറിലൊക്കെ പോയി എത്ര സമയം ഇരുന്നതിന് ശേഷമാണ് നമുക്കിതൊന്ന് ചെയ്ത് കിട്ടുന്നത്. അതിന് ശേഷം നമ്മൾ തിരിച്ചു വരിക, നമ്മുടെ പൈസ നഷ്ടം, ഇതൊക്കെ കൊണ്ട് ഞാനിത് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യും. ഓക്കെ താങ്ക്സ്.